ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ, ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ്. തെയ്യമ്പാട്ടിൽ ജ്വല്ലറി. വളാഞ്ചേരിയിലെത്താതെ വട്ടപ്പാറ വയഡക്ട് പാലം വഴി തിരിഞ്ഞു പോകുന്ന KSRTC ബസ്സുകളുടെ സമീപനം അവസാനിപ്പിക്കണമെന്ന് വളാഞ്ചേരിയിലെ ചെഗുവേര കൾച്ചറൽ ആൻഡ് വെൽഫെയർ ഫോറം ആവശ്യപ്പെട്ടു. ഇതുമൂലം ഒട്ടേറെ യാത്രക്കാരാണ് പ്രയാസത്തിലായിരിക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. ദേശീയപാത 66 വന്ന ശേഷം പല KSRTC ബസ്സുകളും വട്ടപ്പാറ വയഡക്ട് വഴിയാണ് സർവീസ് നടത്തുന്നത്. ഇതോടെ വളാഞ്ചേരിയിൽ നിന്നും കോഴിക്കോട്, തൃശൂർ ഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവർ വലിയ പ്രയാസത്തിലായിരിക്കുകയാണ്. പാലക്കാട് ജില്ലയുടെ സമീപ പ്രദേശങ്ങളിലുള്ളവരും എടയൂർ, കൊളത്തൂർ ഭാഗങ്ങളിലുള്ളവരും ദീർഘയാത്രയ്ക്ക് വളാഞ്ചേരി വഴി പോകുന്ന ബസ്സുകളെയാണ് ആശ്രയിക്കുന്നത്. ചങ്കുവെട്ടിയിൽ നിന്നും കയറുമ്പോൾ തന്നെ വളാഞ്ചേരി ടൗണിൽ പോവില്ല എന്നാണ് പല ബസ്സുകാരും യാത്രക്കാരോട് പറയുന്നത്. തൃശൂർ ഭാഗത്തു നിന്നും വരുന്നവരോടും ഇതുതന്നെയാണ് സമീപനം. പ്രതികരിക്കാൻ തയ്യാറല്ലാത്ത യാത്രക്കാരെ വയഡക്റ്റിന് മുകളിൽ ഇറക്കിവിട്ട സംഭവവും ഉണ്ടായിട്ടുണ്ട്. സമയത്തിന്റെ പേര് പറഞ്ഞാണ് പല ബസ്സുകളും വളാഞ്ചേരിയെ ഒഴിവാക്കുന്നത്. വളാഞ്ചേരിയിലെ യാത്രക്കാരെ അവഗണിക്കുന്ന സമീപനത്തിൽ നിന്നും KSRTCയും ജീവനക്കാരും പിന്തിരിയണമെന്ന് വളാഞ്ചേരി ചെഗുവേര കൾച്ചറൽ ആൻഡ് വെൽഫെയർ ഫോറം ആവശ്യപ്പെട്ടു. KSRTC ബസ്സുകൾ യാത്രക്കാരുടെ വളരെ ഗുരുതരമായ ചില വിഷയങ്ങൾ അധികാരികളുടെയും പൊതുസമൂഹത്തിന്റെയും ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനാണ് ചെഗുവേര ഫോറം ദേശീയപാത 66 വികസനത്തിന് ശേഷം നമ്മുടെ വയഡക്ട് പാലത്തിലൂടെ ഗതാഗതം ആരംഭിച്ചു. ദീർഘദൂര യാത്രക്കാരിന് ഒരുപാട് പ്രതിസന്ധിയാണ്. നമുക്കറിയാം, വളാഞ്ചേരി ഭാഗത്ത് മാത്രമല്ല, പാലക്കാട് ജില്ലയിൽ തൊട്ടടുത്ത ഭാഗത്ത് കൊളത്തൂര്, അതുപോലെ എടയൂർ പ്രദേശത്ത് ആളുകൾ ഇവിടെ വന്നിട്ടാണ് രാവിലെ 5 മണിയായി നോക്കിക്കഴിഞ്ഞാൽ നിരവധി ആശുപത്രിയിലേക്ക് പോകുന്നത്. അവരുടെ പ്രയാസം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ വയഡക്ട് പാലത്തിലൂടെ KSRTC അതിന്റെ ഭാഗമായിക്കൊണ്ട് ചില ബസ്സുകൾ ഇവിടെ പോകുന്നുണ്ട്. മണിക്കൂറുകളോളം വളാഞ്ചേരിയിലെ ബസ് സ്റ്റാൻഡുകൾ കാത്തു ആശുപത്രിയിൽ കൃത്യസമയത്ത് എത്താതിരിക്കുകയും ചെയ്യുന്ന, മാത്രമല്ല ഈ ഹ്രസ്വദൂര യാത്രക്കാർ ദീർഘദൂരം നമുക്ക് വിടാം. പിന്നെ ചങ്കുവെട്ടിയിൽ നിന്ന് KSRTC വളാഞ്ചേരിക്ക് എന്നുള്ള മറുപടി തിരിച്ച് അവിടെ ഇങ്ങോട്ട് തന്നെയാണ്. ഇതിന് വലിയ പ്രതിസന്ധിയിലാകുന്നത് സ്വന്തം വാഹനമില്ലാത്ത നൂറുകണക്കിന് കൃത്യമായിക്കൊണ്ട് ഇതുമായി സംവിധാനം നാഷണൽ ഹൈവേ അതോറിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. 2 എക്സിറ്റുകൾ ഉണ്ട് അല്ലെ. നമ്മൾ കോഴിക്കോട്, പിന്നെ തൃശ്ശൂർ ഭാഗത്ത് വരുമ്പോൾ പൈങ്ങള്ളൂർ ഗവൺമെന്റ് UP സ്കൂളിൽ എക്സിറ്റിലൂടെ. വിഷയത്തിൽ ഗതാഗത മന്ത്രിക്കും ട്രാൻസ്പോർട്ട് കമ്മീഷണർക്കും ഭാരവാഹികൾ പരാതി നൽകി. ഫോറം അധ്യക്ഷൻ VP സാലിഹ്, ചീഫ് കോർഡിനേറ്റർ വെസ്റ്റേൺ പ്രഭാകരൻ, A മോഹൻകുമാർ, സുരേഷ് മലയത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, വളാഞ്ചേരി. എന്റെ കയ്യിലാണ് വലിയ ബഡ്ജറ്റും ഇല്ല. നിനക്ക് എവിടെയെങ്കിലും പരിചയമുണ്ടോ? എനിക്ക് പരിചയമുണ്ട്. അയ്യോ സാർ, എനിക്ക് പരിചയമുണ്ടോ. ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ബഡ്ജറ്റ് ചെയ്തു തരുന്ന സ്ഥലം തെയ്യമ്പാട്ടിൽ ജ്വല്ലറി. ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ, ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ്. തെയ്യമ്പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല. ഹലോ, ആ കൺഫ്യൂഷൻ അങ്ങ് തീർന്നില്ലേ? പണി കിടക്കട്ടെ. Jewelry that tells your story. തെയ്യമ്പാട്ടിൽ ജ്വല്ലറി.